കാരണം ഒരു സൈഡിൽ വെച്ച് ചവച്ചാൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ TMJ എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയിന്റ് ഉണ്ട്, അതിന് ചുറ്റുള്ള മസിൽസ് ടൈറ്റ് ആവും. അപ്പുറം സൈഡിലാണെങ്കിൽ ലൂസ് ആവും ചെയ്യും. ഹായ് ഡോക്ടർ, ചില പേഷ്യൻസ് ഈ വായ തുറന്നടയ്ക്കുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വെച്ച് ചവയ്ക്കുന്നത് അതൊരു പ്രശ്നമാണോ? ഡോക്ടറെ, ഈ ശീലം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ മാത്രം വെച്ച് ഞാൻ പണ്ട് ചവയ്ക്കാറുള്ളൂ. പിന്നെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ട് സൈഡിൽ ഈക്വലായിട്ട് കടിക്കണം. കാരണം ഒരു സൈഡിൽ വെച്ച് ചവച്ചാൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ TMJ എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയിന്റ് ഉണ്ട്, അതിന് ചുറ്റുള്ള മസിൽസ് ടൈറ്റ് ആവും. അപ്പുറം സൈഡിലാണെങ്കിൽ ലൂസ് ആവും ചെയ്യും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കടിയുടെ ശൈലിയും മാറും, രീതിയും മാറും, ലാസ്റ്റ് ക്ലിക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കടി നേരെ ഉള്ളതിന് പകരം സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും വരും. അപ്പോൾ കുറച്ച് കൊല്ലം കഴിയുമ്പോഴേക്കും TMJ പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, അതായത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒക്ലൂസൽ സ്പ്രിൻ്റ് എന്നൊക്കെ പറയും. അത് രാത്രി മാത്രം വയ്ക്കുന്ന ഒരു ഡിവൈസാണ്. അത് യൂസ് ചെയ്യുക. പിന്നെ മൗത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താൽ മാക്സിമം നമുക്ക് TMJ പെയിനും കാര്യങ്ങളൊക്കെ പരമാവധി മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ പല്ല് ഒരു സൈഡിൽ മിസ്സായെന്ന് വെച്ചാൽ, അതായത് ആദ്യം തണപ്പല്ലാണ് ഏറ്റവും കൂടുതൽ കടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ അണപ്പല്ല് മിസ്സായാൽ നമ്മൾ മറ്റേ സൈഡ് വെച്ചായിരിക്കും ചവയ്ക്കുക. അപ്പോൾ പല്ല് എടുക്കുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഈക്വലായിട്ട് ഫോഴ്സ് രണ്ട് സൈഡിലും ബൈറ്റ് ചെയ്ത് വരണം.